പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ഇടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ നാഥൻ മാറാത്തവനായി, കരുതുന്നവനായി, അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവിന്റെ കൃപ, കർത്താവിനെ അറിഞ്ഞ നമ്മുടെ ജീവിതത്തിനകത്ത് സകലതും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് കർത്താവ്. നമ്മള് ചില ശരികളും തെറ്റുകളും ഒക്കെ നമ്മൾക്ക് ചിലത് ശരിയായിട്ടും ചിലത് തെറ്റുമാക്കി നമ്മുടെ ബുദ്ധിക്ക് തോന്നിയേക്കാം. പക്ഷെ ദൈവം അതിനെ മുഴുവൻ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സകലതിനെ നമ്മുടെ നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി എപ്പോഴും അത് ശ്രേഷ്ഠമാണ്, ഏറ്റവും നല്ലത്. നമുക്കിവിടെ ഞാൻ 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പൗലോസ് ഭയപ്പെടരുതെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളാണ്. ഭയപ്പെടരുത് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആള് ഇവിടെ പറയുകയാണ്, ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് ഭയപ്പെടുന്നു. എന്ത് കാര്യത്തിലാണ് പൗലോസ് ഭയപ്പെടുന്നത്? പൗലോസിന്റെ അകത്തൊരു ഭയം ഇതാണ്: സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്. അപ്പൊ അവിടെ പൗലോസിന്റെ കൺസേൺ ഇവരുടെ പ്രവൃത്തിയെ കൊരിന്ത്യ സഭയ്ക്ക് ഇത് എഴുതുമ്പോൾ അവിടെ പ്രവൃത്തികളുടെ ശരിതെറ്റുകളല്ല പൗലോസിന്റെ കൺസേൺ. പൗലോസിന്റെ മനസ്സിലുള്ളത് ആ ജനത്തിന്റെ മനസ്സ് വഷളായി പോകുമോ. മനസ്സ്, നമ്മുടെ ജീവിതത്തിൽ മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മനസ്സാണ് ആക്ച്വലി നമ്മുടെ സോളാണ് നാം എന്ന്. ഞാൻ എന്ന് പറയുന്ന ആൾ എൻ്റെ സോളാണ്. അതായത് ഞാനൊരു MBBS പഠിച്ച ഡോക്ടർ ആകുമ്പോൾ എൻ്റെ മനസ്സിലാണ് അറിവുകൾ മുഴുവൻ ഞാൻ പ്രാപിച്ചെടുക്കുന്നത്. ഞാനൊരു എഞ്ചിനീയറിംഗ് പഠിച്ചൊരു എഞ്ചിനീയർ ആകുമ്പോൾ എൻ്റെ മനസ്സിലാണ് ഞാൻ പഠിച്ചൊരു എഞ്ചിനീയർ എന്ന നിലയിലാകുന്നത്. അതിന് എല്ലാം അപ്പുറമായിട്ട് നമ്മൾ ചിന്തിച്ചു ഒരാളുടെ ശരീരത്തിൽ രോഗമുണ്ടാകുന്നു, പക്ഷെ രോഗിയാകുന്നത് മനസ്സുകൊണ്ട് ചിന്തിച്ച രോഗിയാകുന്നത്. അപ്പൊ അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, മനസ്സുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുമോ, വഷളായി പോകുമോ എന്ന ഭയം. എന്താണ്? ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും വിട്ട് തെറ്റിപ്പോകുമോ എന്ന ഭയം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം, യേശുക്രിസ്തുവിലൂടെ പിതാവിനോടുള്ള ബന്ധമെന്ന് പറയുന്നത് നിർമ്മലമായത്, അതായത് സിംപ്ലിസിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. സിംപ്ലിസിറ്റി, ഇംഗ്ലീഷിൽ അതിനെ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുക, സിംപ്ലിസിറ്റി. അതായത് സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യങ്ങൾ. നമ്മൾ ചിലരോട് പറയാറുണ്ട്, നല്ലപോലെ ഡ്രൈവ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ഒരു യാത്ര പോകേണ്ടതുണ്ട്, അത് 9 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട് എന്ന് പറയുമ്പം അത് സിമ്പിൾ അല്ലേ? കാരണം അദ്ദേഹം ട്രെയിൻഡ് ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. എന്നാൽ ചില കാര്യങ്ങളെ ചിന്തിച്ചു നോക്കുക. ഒരാള് ഭക്ഷണം പാചകം ചെയ്യാൻ എല്ലാവരും അത്രത്തോളം കഴിവുള്ളവരായിരിക്കത്തില്ല. ചിലർക്ക് അത് വളരെ ആയാസമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവരോട് പറയുകയാണ്, ഇത്ര പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, സിമ്പിൾ അല്ലേ? അപ്പൊ അവര് ആ കാര്യത്തെ സിമ്പിൾ ആയിട്ട് കാണുമ്പോൾ അതിനകത്ത് അവരുടെ പരിശീലനവും അവരുടെ സാമർഥ്യവും എല്ലാം അതിനകത്ത് ഉണ്ട്. എന്നാലും ചിന്തിച്ചു നോക്കുക, ഇപ്പൊ നമ്മളോട് പറയുകയാണ്, നിങ്ങള് ശ്വാസം വിടാതിരിക്കരുത് കേട്ടോ, നിങ്ങള് ഇന്ന കാര്യം നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യരുതെന്നോ ചെയ്യുക എന്നോ പറയുന്ന ചില നിർദ്ദേശങ്ങൾ വരുമ്പോൾ നമുക്കത് ആകെ കൺഫ്യൂസ്ഡ് ആവും. അത് കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. കാരണം ദാറ്റ് മച്ച് സിമ്പിൾ. നമ്മൾ പറയാറില്ലേ ചില കാര്യങ്ങൾ, അതൊരു തൂവലെടുക്കുന്ന പോലുള്ള സിമ്പിളാണ്. കാരണം അത് അത്രത്തോളം ലഘുവാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള. എന്നാൽ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു ഉദ്ദേശമല്ല ഞാൻ പറയുന്നത്, ഒരു നോർമൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ
പ്രായോഗികമായ ഒരു വ്യക്തി പരിചയിച്ച് പരിശീലിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന നിലയിലല്ല. സാധാരണ ഒരു മനുഷ്യൻ പോലും ചെയ്യുന്ന സിമ്പിളായ കാര്യം എന്ന പോലെ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വളരെ സിമ്പിളാണ്. അതായത് ഇവിടെ ആ സിംപ്ലിസിറ്റി എന്ന് പറയാനുള്ള കാരണം, നമുക്കറിയാം അന്ന് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം ശേഷമാണല്ലോ യേശുവിന്റെ ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം നമുക്ക് ലോകരാജ്യങ്ങളിൽ എത്തിക്കാനായിട്ട് അപ്പോസ്തലന്മാരെ കർത്താവ് ഉപയോഗിച്ചു. യഥാർത്ഥത്തിൽ അവരൊരു സഭയോ മതമോ പണിയാൻ വേണ്ടി ഇറങ്ങിയവരല്ല. ക്രിസ്തുവേശുവിലൂടെ സകല മാനവജാതിക്കും രക്ഷയുണ്ടെന്ന സദ്വർത്തമാനമാണ് അവർ പറയാൻ ഇറങ്ങിയത്. നമുക്കറിയാം കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്ന പത്രോസ് പറഞ്ഞ കാര്യം, വിശ്വസിക്കുന്ന സകലരെയും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കത് വായിക്കാനായിട്ട് കഴിയും. 10-ാമത്തെ അധ്യായത്തിന് 43-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 43-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, സകലരും, ഏവനും, അതായിരുന്നു ആക്ച്വലി അവർ ഇറങ്ങി പുറപ്പെട്ട് പറഞ്ഞ സുവിശേഷം. വിശ്വസിക്കുന്ന ഏവനും, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും. അപ്പൊ ആ കാലഘട്ടത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് ജനജീവിതങ്ങളെ സ്പർശിക്കുന്ന പോലെ അതെന്ന് പടർന്നു പിടിക്കാൻ കാരണം സകലർക്കും വേണ്ടിയുള്ള സുവിശേഷം. പ്രത്യേക യോഗ്യതകളോ പ്രത്യേകമായ ചില കഴിവുകളോ പ്രാവണ്യത്തെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബ മഹിമയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നില്ല ഇത് വിശ്വസിക്കുന്ന സകലർക്കും വേണ്ടി വെളിപ്പെട്ടു നിൽക്കുന്ന ഒന്നായിരുന്നു ഇത്, ഈ സുവിശേഷം. അത് അവര് ഇറങ്ങി പുറപ്പെട്ടു സകലരോടും പറഞ്ഞു. ഇവര് അധികം ആളുകളും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായിരുന്നതുകൊണ്ടും കേൾക്കാൻ വന്നവരും അധികവും യഹൂദ പശ്ചാത്തലത്തിലുള്ളവരായിരുന്നതുകൊണ്ടും അവര് പല സ്ഥലങ്ങളിലും തെറ്റായി കേട്ടതിനെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞത് ശരിയാണ്, യേശുവിലൂടെ രക്ഷയുണ്ട്, ശരിയാ, പക്ഷെ ഇന്ന കാര്യങ്ങളും കൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് റോമാലേഖനം 10:4 പൗലോസ് വ്യക്തമായി പറയുന്നു, ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം. യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനാ വന്നിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു യേശു. ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതമല്ല അവർക്കുള്ളത്. അതിനപ്പുറമായി ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക, ക്രിസ്തുവിൽ വിശ്വസിച്ച് വിടുതൽ പ്രാപിക്കുക, ക്രിസ്തുവിൽ വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ഇതായിരുന്നു സുവിശേഷം. പക്ഷെ ഇവര് പറഞ്ഞു അല്ലല്ല, യഹൂദ മര്യാദകൾ കൂടെ നിങ്ങൾ പാലിക്കണമെന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ച് വിശ്വാസം എന്ന ദൈവിക പദ്ധതിക്കപ്പുറമായി ചിലതിലേക്ക് അവരെ നയിക്കാനായിട്ട് പോയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു ഇടപെടിയിൽ അതിന്റെ നടുവിലുണ്ടാകണം. അല്ല, വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ. അവിടെ പൗലോസിനെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തപ്പോൾ പൗലോസ് ചെന്നിടത്തെല്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, യേശു തന്നെ ക്രിസ്തു, ഈ യേശു തന്നെ ക്രിസ്തു, ഈ യേശു തന്നെ ക്രിസ്തു. അതായത് നിങ്ങൾ ക്രൂശിൽ തറപ്പിച്ചു കൊന്നവനായ യേശുവിനെ പിതാവായ ദൈവം ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു എന്ന് പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വളരെ ശക്തമായി തന്റെ മുമ്പിൽ വന്നു നിന്ന ആയിരക്കണക്കിന് ആളുകളോട് വിളിച്ചു പറഞ്ഞ അതേ സന്ദേശമാണ് പൗലോസ് തുടർമാനമായി പ്രസംഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ഉള്ളത്, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് സൗജന്യമായ രക്ഷയാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ സൗജന്യമായി നീതീകരിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ആമേൻ മക്കളാക്കി മാറ്റി. അപ്പൊ ഇത് വലിയ പദവിയാ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വണ്ണം ആ പ്രമാണത്തിന് അതീതമായി ചിലതൊന്നും അവരുടെ മേൽ ചുമത്തുന്ന നിലയിൽ കേൾക്കുന്നവർക്ക് ഉൾക്കൊള്ളാവുന്നതിന് അതീതമായ ചിലത് അവരുടെ മേലേക്ക് അവർ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ പൗലോസ് പറയുകയാണ്,
ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷം, സിമ്പിൾ ഗോസ്പലിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതെവിടെയാണ് ഭയം വരുന്നത്? മനസ്സ് തെറ്റിപ്പോകുമോ? അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് ബിൽഡ് ചെയ്തു വരുന്നത് എങ്ങനെ? മനസ്സ്, അതായത് നമ്മൾ പറയാറുണ്ട് പേഴ്സണാലിറ്റി. ബോഡി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വേറൊന്ന്. ബോഡി ബിൽഡ് ചെയ്യുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ സോൾ വളരുന്നതനുസരിച്ച്, നമ്മുടെ സോളിലാണ്, നമ്മുടെ മനസ്സിലാണ് പേഴ്സണാലിറ്റി ഇരിക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സോൾ എങ്ങനെ വളർന്നു, നമ്മുടെ മൈൻഡ് എങ്ങനെ വളർന്നു വരുന്നത്? പലരുടെയും ജീവിതത്തിൽ അവര് വലിയ തെറ്റുകൾ ചെയ്യുന്ന പലരെ കാണാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ വലിയ ചില പാപത്തിലും കുറ്റകൃത്യങ്ങളൊക്കെ വീഴുന്നവരെ കാണാൻ സാധിക്കും. അപ്പോൾ ആളുകളെല്ലാം സമൂഹം ഒന്നടങ്കം അവരെ കുറ്റം പറയും. അവന് ശരിക്ക് ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ്, അവന് ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ്, അവന് അനുസരണം ഇല്ലാത്തതുകൊണ്ടാണ്, ഭയമില്ലാത്തത് കൊണ്ടാണ് സമൂഹം അവനെ കുറ്റം പറയും. പക്ഷെ യഥാർത്ഥത്തിൽ നല്ലപോലെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തിയുള്ള ഒരു വ്യക്തി അവന്റെ കൂടെ ഇരുന്ന് മനസ്സിലാക്കി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവന്റെ ജീവിതത്തിൽ ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി, അങ്ങനെ ഒരു വ്യക്തിത്വം അവന് വളർന്നു വരാനായിട്ട് സമൂഹത്തിനും അവൻ ജനിച്ചു വളർന്ന കുടുംബത്തിനും അവന്റെ ജീവിത പശ്ചാത്തലങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പേഴ്സണാലിറ്റി വളർന്നു വരുന്നത് എങ്ങനെയാണ്? നമ്മൾ കേൾക്കുന്ന ചില വാക്കുകൾ. കുഞ്ഞുങ്ങളെ ചിലർ വിളിച്ചു പറയും, നീ പൊട്ടന, നിനക്ക് വിവരമില്ല, ഒരു കാശിനും കൊള്ളത്തില്ല, സാമർഥ്യമില്ലാത്തവന്, പലതരത്തിലുള്ള വാക്കുകൾ പറയും. അപ്പൊ ഈ തരത്തിലെ വാക്കുകൾ കേൾക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ വാക്ക് ആ കുഞ്ഞിനെ സ്വാധീനിക്കും. ആ കുഞ്ഞിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ആ കുഞ്ഞിന്റെ വ്യക്തിത്വത്തിനകത്ത് വികലത ഉണ്ടാവും, വ്യക്തിത്വം മാറിപ്പോവും. അവന് സംസാരിക്കേണ്ട വാക്കുകളായിരിക്കത്തില്ല സംസാരിക്കുക. കാരണം അവനോട് പറഞ്ഞു മനസ്സിലാക്കി, നീ പൊട്ടന, നീ വിവരമില്ലാത്തവൻ, നീ മടയന, നീ പഠിക്കാൻ കൊള്ളത്തില്ല. അവൻ നാളുകളായി കേട്ട് 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 അപ്പൊ അവന്റെ ജീവിതത്തിനകത്ത് അവന്റെ മൈൻഡിനകത്ത് അവന്റെ സോളിൽ, അവന്റെ മനസ്സിനകത്ത് ഒരു ചിന്ത കയറ്റി അവൻ ഒരു കാശിന് കൊള്ളത്തില്ലാത്ത. അപ്പൊ അവൻ താൻ ഒന്നിനും പ്രയോജനമില്ലാത്തവനാണെന്ന് ലോകം പറയുമ്പോൾ പ്രയോജനമുള്ളവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ എടുക്കുന്ന ചില സ്റ്റെപ്പുകൾ തെറ്റിപ്പോയേക്കാം. ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിനകത്ത് ഒരു തെറ്റും ചെയ്യാതെ ചിലരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിനോദമായിട്ട് എടുക്കാം. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ കുറിച്ച് നുണ പറയുക, അവരെ കുറിച്ച് നുണ പറഞ്ഞ് അവരെ മോശക്കാരാക്കുക. അപ്പൊ സമൂഹത്തിന് മുമ്പിൽ മുറിപ്പെടുകയും തുടർച്ചയായിട്ട് മുറിവേൽക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ വളർന്നു വരുമ്പോൾ അവർ രണ്ട് നിലയിൽ അതിനോട് പ്രതികരിക്കും. ഒന്ന്, അവർ നാണം കുണികളായിട്ട് അല്ലെങ്കിൽ ഭയത്തിന് കീഴ്പ്പെട്ടവരായിട്ട് മാറിപ്പോകും. രണ്ട്, പ്രതികാര ചിന്തയോടെ സമൂഹത്തോട് തന്നെ പ്രതികരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അവർ മാറും. മനസ്സ്, ഇവിടെ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട്, നിർമ്മലത വിട്ട്, സിംപ്ലിസിറ്റി വിട്ട് നിങ്ങളുടെ മനസ്സ് മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഗോസ്പൽ ഈസ് വെരി സിമ്പിൾ. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇറ്റ് ഈസ് ടോട്ടലി ഫ്രീ. യുവർ സാൽവേഷൻ ഈസ് ഫ്രീ. നിങ്ങളുടെ സൗഖ്യം സൗജന്യമാണ്, നിങ്ങളുടെ രക്ഷ സൗജന്യം. അത് യേശുക്രിസ്തുവിലൂടെ പിതാവ് സാധ്യമാക്കി. അതായത് പിതാവായ ദൈവത്തിന്റെ ആത്മാവ് യേശുവിൽ വസിച്ചുകൊണ്ട്, യേശുവിന്റെ ശരീരത്തിൽ വസിച്ചുകൊണ്ട്, ആത്മാവ് തന്നെ, വചനം എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എബ്രായ ലേഖനത്തിന്റെ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നിത്യാത്മാവിന് തന്നെ ഞാൻ ആ വാക്യം വായിക്കാം. 9-ാമത്തെ എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 14-ാം വാക്യം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും.
അപ്പൊ അവിടെ പറയുന്നത് നിത്യാത്മാവിനാൽ. അപ്പൊ നിത്യാത്മാവ്, പിതാവിൽ വസിച്ച അതേ ആത്മാവ്, അതെ, പിതാവിന്റെ ആത്മാവ്, പിതാവായിരുന്ന ആത്മാവ്, അതേ ആത്മാവ് ക്രിസ്തുവിൽ വസിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വസിച്ചത് പിതാവിന്റെ അതേ ആത്മാവ്. അതുകൊണ്ടാണ് നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അവൾ എടുത്തു പറയുന്നത് അവൻ നിത്യപിതാവ്. നിത്യാത്മാവ് വസിക്കുന്ന സ്ഥലത്ത് അവൻ നിത്യപിതാവ്. നിത്യാത്മാവ് വസിക്കുന്ന സ്ഥലത്ത് അവൻ നിത്യപിതാവ്. അപ്പൊ യേശുവിനെ കുറിച്ച് പറയാൻ നിത്യപിതാവ്. നിത്യാത്മാവ് വസിക്കുന്ന യേശു, വസിച്ചവനായ യേശു നിത്യാത്മാവിന തന്നെ, അതെ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിനു വേണ്ടി തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. അവൻ നിഷ്കളങ്കനായിരിക്കാൻ കാരണവും നിത്യാത്മാവ്, തന്നെ ക്രൂശിൽ അർപ്പിക്കപ്പെടാനും കാരണം നിത്യാത്മാവ്. അങ്ങനെ നിത്യാത്മാവിനെ തന്നെ അർപ്പിച്ചവനായ യേശു ക്രിസ്തുവിലൂടെ ആമേൻ നിങ്ങൾ സൗജന്യമായി നീതീകരിക്കപ്പെട്ടു എന്ന വളരെ വ്യക്തമായ ബോധ്യം നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ട്. മറ്റുള്ളവർ പറയും നീ വിഡ്ഢിയാണ്. ആക്ച്വലി നീ വിഡ്ഢിയല്ല. നിന്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ നിത്യാത്മാവിനാൽ നീ ജ്ഞാനമുള്ളവനാണ്. നീ ഒന്നിനും കൊള്ളത്തില്ലാത്തവനാന്ന് പറയുമ്പോൾ അവൻ നിന്റെ അകത്ത് വസിക്കുന്ന ആത്മാവിനാൽ സകലതും ചെയ്യാൻ നീ ശക്തനാണ്. നീ രോഗിയാണെന്ന് നിന്റെ ശരീരത്തിലെ സിംറ്റം പറയുമ്പോൾ നിന്റെ അകത്ത് വസിക്കുന്ന നിത്യാത്മാവിനാൽ യേശു നിന്റെ രോഗത്തെ മാറ്റിയതാണെന്നുള്ള ബോധ്യമാണ് നമ്മുടെ അകത്ത് വരുന്നത്. ചുറ്റുപാടുകൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, നീ ദരിദ്രനാണെന്ന് വിധി എഴുതുമ്പോൾ നിന്റെ അകത്ത് വസിക്കുന്ന ആത്മാവ് പറയും അവൻ എല്ലാ മേഖലയിലും നിനക്ക് സമൃദ്ധി ഉണ്ടാകും. നീ ഒരിക്കലും ജയമാകത്തില്ല. ആളുകളുടെ മുമ്പിൽ ഒരു നിന്ദയും പരിഹാസവുമായി തീരുമെന്ന് ചുറ്റുപാടുകൾ നിന്നെ വിധിച്ചു തള്ളുമ്പോ അകത്തുള്ള ആത്മാവ് പറയും ഇല്ല, എല്ലായിടത്തും നിന്നെ ജയമായി നടത്തുന്നതിനെ കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. ലോകത്തിൽ ആർക്കും നിന്നെ വേണ്ട എന്ന് പറയുമ്പോൾ നിന്റെ അകത്ത് വസിക്കുന്ന നിത്യാത്മാവ് പറയും ഇല്ല, നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് വിലയേറിയവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടത്, അപ്പൊ ആ ഒരു യോഗ്യതയിൽ ഞാൻ എത്തിയത് എങ്ങനെ? എന്റെ പ്രവൃത്തികളാലല്ല, എന്റെ ഓട്ടമല്ല, എന്റെ പരിശ്രമമല്ല, എന്റെ അധ്വാനമല്ല. ബട്ട് എന്താണ് എന്നെ ആ നിലയിലേക്ക് കൊണ്ടുവന്നത്? ആ നിലയിലേക്ക് എന്നെ ഉയർത്തിയത് എന്താണ്? ആ നിലയിൽ എന്നെ മാന്യനാക്കിയത് എന്താണ്? മറ്റൊന്നുമല്ല, ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നീതീകരിക്കപ്പെട്ടു എന്നുള്ള ബോധ്യത്തിനകത്ത് മനസ്സ് തെറ്റിപ്പോയി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മോശക്കാരനാണ്. എൻ്റെ ജീവിതത്തിലെ ഡിസിഷനുകൾ, എൻ്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു അബദ്ധമാണ്. എനിക്ക് ഇന്നലകളിൽ പരാജയം പറ്റി, അതുകൊണ്ട് ഞാനൊരു പരാജയമാണ്. എനിക്ക് ഇന്നലകളിൽ പലതരത്തിലെ കുറവുകളുണ്ടായി, അതുകൊണ്ട് ഞാൻ ഒന്നിനും കൊള്ളത്തില്ലാത്തവന്. ഈ നിലയിൽ നിങ്ങളുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത്, അവിടെയാണ് പരാജയം നിങ്ങളെ തൊടുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അസാധാരണമായ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ പണിയപ്പെടണം. യു ആർ പ്രേഷ്യസ് ഫോർ ഗാഡ്. ആമേൻ. യു ആർ സാങ്ക്ടിഫൈഡ്, യു ആർ റൈച്ചസ്, യു ആർ ജസ്റ്റിഫൈഡ്, യു ആർ ഫൊർഗീവൺ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തൊരു അസാധ്യമായ ബോധ്യം ഉണ്ടാകണം. യേശു ക്രിസ്തുവിലൂടെയാണ് പിതാവ് എന്നെ കാണുന്നത്, അതുകൊണ്ട് അവനിലൂടെ എന്നെ കാണുന്നത് കൊണ്ട് ക്രിസ്തുവിൽ ഞാൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടു, ക്രിസ്തുവിൽ ഞാൻ സൗഖ്യമായി, ക്രിസ്തുവിൽ ഞാൻ സമൃദ്ധിയിലാണ്, ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിൽ ഞാൻ തികഞ്ഞവനാണ്. അത് നമ്മളെ പലപ്പോഴും തെറ്റിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് ജോലി ഇല്ലെങ്കിൽ, ജോലി ഉണ്ടെങ്കിലേ നമ്മൾ പെർഫെക്റ്റ് ആകത്തുള്ളൂ. പണം, ധാരാളം പണം ഉണ്ടെങ്കിലേ വിലയുള്ളൂ, എങ്കിലേ നാം പെർഫെക്റ്റ് ആകത്തുള്ളൂ. നല്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ല. നമ്മൾ പറയുന്ന വാക്കുകൾ. കഴിവില്ലാത്തവനെ ആർക്കും വേണ്ട. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മളെ വാഴുമ്പോൾ
നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ പെർഫെക്റ്റ് ആക്കാനായിട്ട് സമൂഹം ചില സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. അത് സ്വന്തമാക്കാനായിട്ടുള്ള എന്തു വളഞ്ഞ വഴി ആളുകൾ ഉപയോഗിക്കും. ചിലര് അതിന് തെറ്റായ മോഷണം, അല്ലെങ്കിൽ നുണ പറയുക, അനീതിയായ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ അവർ ഈ സമൂഹത്തിൽ വില ഉണ്ടാകാനുണ്ട്, പെർഫെക്റ്റ് ആകാനായിട്ടൊരു ശ്രമം നടത്തും. ചിലരുടെ ജീവിതത്തിനകത്ത് ചില പെർഫെക്റ്റ് എന്ന് സമൂഹം പറഞ്ഞ് ചിലരെ ചാരി നിൽക്കും. ഉന്നതന്മാരെ, നല്ല ധനമുള്ളവര്, പിടിപാടുള്ളവര്, അധികാരമുള്ളവർ ചാരി, അവര് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴാണോ ആ ബന്ധം നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇവര് ആകെ തളർന്നു പോകും. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് ആകുന്നത് പെർഫെക്റ്റ് ആയിരിക്കുന്ന ആരെങ്കിലും ചാരി നിൽക്കുന്നത് കൊണ്ടല്ല. പെർഫെക്റ്റ് എന്ന് ലോകം പറയുന്ന എന്തെങ്കിലും നിങ്ങൾ നേടുമ്പോഴല്ല. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നത്, ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാ, എന്റെ പാപം യേശു കഴുകി, എന്റെ രോഗം യേശു സൗഖ്യമാക്കി, ആമേൻ, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണ പുനരുത്ഥാനത്തിലൂടെ എന്റെ ശാപത്തിൽ ഞാൻ പുറത്തു വന്നു. പിശാചിനോ രോഗത്തിനോ ശാപത്തിനോ എന്നെ വാഴാൻ സാധ്യമല്ല. ഇന്നലെ വരെ എന്നെ അടക്കിമാണ്, ഇന്നലെ വരെ എന്നെ പരിഹസിച്ചു കൊണ്ടിരുന്ന, ഇന്നലെ വരെ എന്നെ പിടിച്ചു വെച്ചിരുന്ന, ഇന്നലെ വരെ എന്നെ കെട്ടിയിട്ടിരുന്ന പലതും ഉണ്ടായിരുന്നു. അതെന്റെ ഇഗ്നോറൻസ് കൊണ്ട്, എന്റെ അറിവില്ലായ്മ കൊണ്ട്, എന്റെ മണ്ടത്തരം കാരണം പലതും എന്നെ വാടുകൊണ്ടിരുന്നെങ്കിൽ, now I am a new creation. ക്രിസ്തുവിൽ I am in Christ. Christ is in me. We are one. ആ ബോധ്യമാണ് നിങ്ങളെ വാഴേണ്ടത്. നിങ്ങളുടെ അകത്തൊരു തിരിച്ചറിവാണ്. പ്രിയപ്പെട്ട, നിങ്ങൾ വിചാരിച്ചേക്കും അതൊക്കെ എങ്ങനെയാ? ബൈബിളിൽ തെളിവുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിക്കോ. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാമത്തെ 9-ാം വാക്യം പറയുന്നത്, ദൈവം അവനിലല്ലോ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത്. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിലാണ് ദേഹരൂപമായി വസിച്ചത്. 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, 2:10, കൊലോസ്യ 2:10, ആമേൻ, സകല വാഴ്ചയ്ക്കും സകല കർത്തൃത്വത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. അതായത് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പണമല്ല നിങ്ങളെ പെർഫെക്റ്റ് ആക്കിയത്, നിങ്ങളുടെ ജോലിയല്ല നിങ്ങളെ പെർഫെക്റ്റ് ആക്കിയത്, നിങ്ങളുടെ കുടുംബമോ, നിങ്ങളുടെ കൂടെ നിന്ന് ആരെങ്കിലുമോ, നിങ്ങളെ കരുതി ആരെങ്കിലോ, നിങ്ങളുടെ അമ്മയോ അപ്പനോ, നിങ്ങളുടെ സഹോദരങ്ങളോ, നിങ്ങളുടെ വീടോ, അതൊന്നുമല്ല നിങ്ങളെ പെർഫെക്റ്റ് ആക്കിയത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ, ഇതെല്ലാം നിങ്ങൾക്ക് ദൈവം തന്നത് നിങ്ങൾ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ആമേൻ ഒരു പെർഫെക്റ്റ് ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ജോലി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് അതിന്റെ എല്ലാ റീസൺ യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള റെവലേഷനിലാണ് നിങ്ങളെ നിലയിലെത്തിയത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത് റെവലേഷൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് യു ജസ്റ്റ് ബിലീവ്, വിശ്വസിക്കുക. ആമേൻ. യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. മനസ്സുകൊണ്ട് നിങ്ങൾ ഈ നിഷ്കളങ്ക വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസിന്റെ ഏക ഭയം അതേ ഉള്ളൂ. ആമേൻ. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷത്തിൽ നിന്ന്, ആ സിംപ്ലിസിറ്റിയിൽ നിന്ന് നിങ്ങൾ വീണു പോകുമോ? അതായിരുന്നു പൗലോസിന്റെ ഭയം, ഭീതി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അകത്തൊന്ന് തിരിച്ചറിയാമോ, യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങളെ സ്നേഹിച്ച ചിലർ നിങ്ങളെ വിട്ടുവെച്ചു പോയോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളെ വില കൊടുത്തവർ, നിങ്ങളെ സ്നേഹിച്ചവർ, കുഴി കിടന്ന് അവരെ നിങ്ങളെ വലിച്ചു കയറ്റി, അവരെ ഉയർത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ മക്കളെ നിങ്ങൾ വളരെ സ്നേഹിച്ചു, കരുതി വളർത്തി, ഇപ്പോൾ അവർ നിങ്ങളെ ഇട്ടേച്ചു പോയി, നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ പാഴാക്കി. പക്ഷെ ഇപ്പോ സഹോദരങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി നിങ്ങളുടെ ജീവിതം പണയം വെച്ചു, ആർക്കൊക്കെ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഠിന ശ്രമം നടത്തി, ഇന്ന് അവർ വിട്ടേച്ചു പോയി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? നിങ്ങൾ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞില്ല. നിങ്ങളുടെ പെർഫെക്ഷൻ തിരിച്ചറിഞ്ഞത്, ഞാൻ ഇവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആകും, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആകും, അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പെർഫെക്റ്റ് മദർ ആകും, പെർഫെക്റ്റ് ഫാദർ ആകും, അല്ലെങ്കിൽ പെർഫെക്റ്റ് സൺ ആകും, അല്ലെങ്കിൽ പെർഫെക്റ്റ് ബ്രദർ ആകും. ആർക്കൊക്കെ വേണ്ടി എന്തെല്ലാമോ ചെയ്ത് പെർഫെക്റ്റ് ഫ്രണ്ട് ആകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്തല്ല നിങ്ങൾ പെർഫെക്റ്റ് ആകുന്നത്. ആമേൻ. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിനാണെങ്കിൽ, ക്രിസ്തുവിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് മദർ ആകാൻ പറ്റുന്നത്, പെർഫെക്റ്റ് ഫാദർ ആകാൻ പറ്റുന്നത്, സമ്പൂർണമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് നിങ്ങൾ ഉടമകളാകുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. അതേ പ്രിയപ്പെട്ടവരെ,
പൗലോസിന്റെ ആകെ വലിയ ഭയം ഇതായിരുന്നു. ഹല്ലേലൂയ, ഈ നിർമ്മല സുവിശേഷത്തിൽ നിന്ന് ഇവർ തെറ്റിപ്പോകുമോ, ഇവർ പെർഫെക്റ്റ് ആണെന്നുള്ള അറിവിൽ നിന്ന് ഇവർ വീണു പോകുമോ, ഹവ്വയെ സാത്താൻ ഉപായത്തിൽ ചതിച്ചതുപോലെ ഇവരുടെ ജീവിതത്തിനകത്ത് ഇവരാരെന്നുള്ള അറിവിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തിയിട്ട് ഇവരെ ഒന്നുമല്ല എന്നുള്ള ബോധ്യത്തിൽ എത്തിച്ചിട്ട് ഇവരെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുമോ? അതായിരുന്നു പൗലോസിന്റെ ഭയം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് തിരിച്ചറിയണം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നുമല്ല നിങ്ങളെ പെർഫെക്റ്റ് ആക്കുന്നത്, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംപെർഫെക്ഷന് നിങ്ങൾ തോന്നുന്ന സകല മേഖലയുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് മടങ്ങി വരും. നിങ്ങൾ പെർഫെക്റ്റ് ആകും. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ. ദാറ്റ് മീൻസ് യു ആർ ഓൾറെഡി പെർഫെക്റ്റ്. അവിടെ ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ, നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് തിരിച്ചറിയുള്ളൂ. യെസ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്തവരുടെ ജീവിതത്തിൽ നിന്റെ സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹവും ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. അവരുടെ എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ഭയം മാറട്ടെ. അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അവര് സമ്പൂർണ്ണരല്ല, ഞാൻ കൊള്ളത്തില്ലാത്തവനാണ്, ഞാൻ ശൂന്യനാണ്, ഞാൻ അഴുക്ക എന്ന് അവരുടെ തലയ്ക്കകത്ത്, അവരുടെ ചിന്തകൾ, അവരുടെ മനസ്സിനകത്ത് ലോകം അവരെ പറഞ്ഞ്, അവരെ ശപിച്ച്, അവരെ കുറ്റം പറഞ്ഞ്, അവരെ വഴക്ക് പറഞ്ഞ്, അവരെ ഒതുക്കി നിർത്തി, അവരെ മുറിപ്പെടുത്തി, അവരുടെ അകത്തിട്ട് വിത്തുകൾ യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ കുറ്റം പറഞ്ഞത്, പ്രത്യേകിച്ച് ആരെങ്കിലും അവരെ ചതിച്ച് അവരുടെ അകത്ത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ മുറിവ് ഉണങ്ങട്ടെ, അവരുടെ മുറിവ് ഉണങ്ങട്ടെ, അവരുടെ ഹൃദയം സമാധാനത്തെ നിറയട്ടെ. ഇപ്പോൾ തന്നെ they are perfect in Christ എന്നുള്ള ബോധ്യം അവരുടെ അകത്ത് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സ്വസ്ഥതയെ കൽപ്പിക്കുന്നു, വിട്ടുതലിനെ കൽപ്പിക്കുന്നു, ജയത്തെ കൽപ്പിക്കുന്ന കർത്താവേ. യെസ് ലോർഡ് ഫാദർ, അവിടുന്ന് അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി അബ്ബാ, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്? യെസ്. നിങ്ങൾ ആ ബോധ്യത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു ഇംപെർഫെക്ഷന്റെ ചിന്ത നിങ്ങളെ തൊടത്തില്ല. നിങ്ങൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നിങ്ങൾ നടത്തപ്പെടും. ദാറ്റ് ഈസ് യുവർ കോളിംഗ്. അതാണ് നിങ്ങളുടെ വിളി. യെസ്, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങളും ആഗ്രഹത്തോടുകൂടി ആയിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ ചില സൗജന്യമായ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ആമേൻ. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാണ്. എന്നാൽ ആധികാരികമായി വളരെ വളരെ ആധികാരികമായ ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളാണ്. നിശ്ചയമായിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. Amen.